എല്ലാവർക്കും നമസ്തേ. വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശ്രീ നാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചില പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനലിലൂടെ ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇന്നത്തെ വായനയുടെ വിഷയം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ 2026 ജൂൺ മാസത്തിലെ എഡിറ്റോറിയലാണ്. പാറ്റകൾ പെരുകുന്നതിൻ്റെ യഥാർത്ഥ കാരണം. ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു എടുത്തു പറയുന്ന വസ്തുതയാണ് വ്യവസ്ഥയില്ലാത്തവർ, ഭീരു, മാറാരോഗം ബാധിച്ചവർ എന്നിവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബം എന്നത് കൃത്യമായ അതിർവരമ്പുകളുള്ള ഒരു വ്യവസ്ഥയാണ്. വിവാഹം എന്നത് ആ വ്യവസ്ഥകൾ പാലിക്കാൻ സ്വയം സന്നദ്ധരായ സ്ത്രീ പുരുഷന്മാരുടെ പ്രണയത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയും. സമൂഹത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്ന പുതിയ തലമുറയെ സൃഷ്ടിച്ച് ധർമ്മമാർഗത്തിൽ വളർത്തി സമൂഹ സുരക്ഷ ഉറപ്പാക്കുകയാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം. അതിനാണ് വിവാഹവും ഗാർഹസ്ഥ്യവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ജീവികളും പുതിയ തലമുറയെ വളർത്താൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത് കാണാം. പറവകൾ അതിനായി ഉറപ്പുള്ള ചട്ടക്കൂടുണ്ടാക്കുന്നു. പാമ്പുകൾ നല്ല മാളങ്ങൾ കണ്ടെത്തുന്നു. മൃഗങ്ങൾ ഗുഹകളോ അനുയോജ്യമായ ഇടങ്ങളോ കണ്ടെത്തുന്നു. അവിടെ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകി പൊതുസമൂഹത്തിലേക്ക് എത്താൻ പ്രാപ്തരാകും വരെ കൃത്യമായ വ്യവസ്ഥയോടെ പാലിക്കുന്നു. മറ്റെല്ലാ സഞ്ചാരങ്ങളും അതിനായി അവർ മാറ്റിവെക്കുന്നു. അതിന്റെ വിപുലവും ഫലപ്രദവുമായ ഒരു ദീർഘകാല സംവിധാനമാണ് മനുഷ്യന്റെ കുടുംബ വ്യവസ്ഥ. കുടുംബമില്ലാതെ കുട്ടികളും പുതിയ തലമുറയും ഉണ്ടാവില്ല. അതിനാൽ കുടുംബത്തെ വ്യവസ്ഥയോടെ തന്നെ പുലർത്തണം. ഈശ്വരചിന്തയോടെ ധർമ്മമാർഗത്തിൽ പണം സമ്പാദിച്ചും ധർമ്മോപദേശം നൽകി സന്താനങ്ങളെ വളർത്തിയും ദാനങ്ങൾ ചെയ്തും പൊതുസമൂഹത്തെ തങ്ങളാൽ ആകും വിധം സഹായിച്ചും ഒരുമയോടെ ജീവിക്കുന്ന ഒരു വ്യവസ്ഥയാണ് കുടുംബം. അതിനുണ്ടാവേണ്ട ഏക മൂലധനം ത്യാഗബുദ്ധിയാണ്. സ്വന്തം ഹിതങ്ങൾ വേണ്ടെന്ന് വെച്ച് പുതിയ തലമുറയുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമായി നിലകൊള്ളാനുള്ള ത്യാഗം. അങ്ങനെ ഒരു ത്യാഗബുദ്ധി ഇല്ലാത്ത സ്ത്രീയോ പുരുഷനോ വിവാഹിതരായാലും കുട്ടികളുണ്ടാകും. അവർ വളരുകയും ചെയ്യും. എന്നാൽ വ്യവസ്ഥയില്ലാത്ത മാതാപിതാക്കൾ നയിക്കുന്ന ജീവിതത്തിൽ വളർന്നാൽ കുട്ടികൾ അലസരും ഭോഗപ്രിയരും വിധ്വംസക പ്രവർത്തനങ്ങളിൽ വാസനയുള്ളവരുമായി പോകും. സഹജമായ സ്നേഹം എല്ലാ ജീവികളിലും ഉള്ളതുപോലെ മനുഷ്യർക്കുമുണ്ട്. പക്ഷേ മനുഷ്യന് മാത്രമേ അത് വിവേകത്തോടെ വേണ്ടിടത്ത് വേണ്ട വിധത്തിലും അളവിലും വിനിയോഗിക്കാൻ സാധിക്കൂ. അതിന് പക്ഷേ അവനെ അല്ലെങ്കിൽ അവളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശീലിപ്പിക്കാനുള്ള പാഠശാലയാണ് കുടുംബം. ഒരു കുടുംബം വ്യവസ്ഥയോടെ കൊണ്ടുപോകാൻ മാതാപിതാക്കൾ നടത്തുന്ന മാതൃകാപരമായ ജീവിതം കണ്ട് അതിന്റെ സുരക്ഷിതത്വം അനുഭവിച്ചു വളരുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ തങ്ങളും അതുപോലെ ഒരു വ്യവസ്ഥയെ പാലിക്കേണ്ടവരാണ് എന്ന ബോധ്യം വരും. അവർക്ക് ആ സമയം വഴികാട്ടിയാകേണ്ടത് മാതാവും പിതാവും പുലർത്തിയ ജീവിത നിഷ്ഠകളും ചര്യകളുമാണ്. അവയുടെ ഗുണഭോക്താക്കളായവരെന്ന നിലയിൽ ആ ചര്യകളും നിഷ്ഠകളും വേണ്ടത് തന്നെയാണ് എന്നവർക്ക് ബോധ്യവും ഉണ്ടാകും. അതാണ് വ്യവസ്ഥയുള്ളവർ വിവാഹിതരായാൽ മതിയെന്ന് ഗുരുമൊഴിഞ്ഞതിന്റെ രഹസ്യം. ഭീരുക്കൾക്ക് ധർമ്മം പാലിക്കാൻ സാധിക്കില്ല. അവർ മറ്റുള്ളവർ എന്തു ചെയ്യുന്നുവോ അത് അനുകരിച്ചുകൊണ്ടേയിരിക്കും. ശരിതെറ്റുകൾ ബോധ്യപ്പെടാനും ശരിക്കൊപ്പം നിലകൊള്ളാനും വേണ്ടുന്ന ഒരേയൊരു ഗുണം ധൈര്യമാണ്. ഭീരുവിന് അത് സാധിക്കില്ല. അവൻ സാഹചര്യത്തോടെ വിധേയപ്പെട്ടുകൊണ്ടിരിക്കും. സ്ഥായിയായ ഒരു ഗുണവും സത്യനിശ്ചയവും അവർക്കുണ്ടാവില്ല. കള്ളുകുടിക്കുന്നവരുടെ കൂടെ ചേർന്നാൽ അവർ കള്ളുകുടിക്കും. അതിന് തെറ്റൊന്നുമില്ലെന്ന് കരുതും. വ്യഭിചരിക്കുന്ന സാഹചര്യത്തിൽ അവർ അതും ചെയ്യും. അങ്ങനെയുള്ളവർ വിവാഹം ചെയ്താൽ അത് സമൂഹത്തിന് വലിയ ഭീഷണിയാകും. മാറാരോഗം എന്ന് പറയുമ്പോൾ ശാരീരികമായ അസുഖങ്ങൾ മാത്രമല്ല. മദ്യപാനശീലം ചിലർക്ക് മാറാരോഗം പോലെയാണ്. പെണ്ണ് കെട്ടിയാൽ കുടിയൊക്കെ മാറും എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കും ചിലരെ. അത് മാറില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഭാര്യയെ കൂടി മദ്യപാനം ശീലിപ്പിക്കും. അവരുടെ മക്കളും ആ വഴിക്ക് വരാൻ പിന്നെ തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത്തരക്കാരുടെ പുതിയ തലമുറയ്ക്കാവട്ടെ സമൂഹത്തിന്റെ ധർമ്മനിശ്ചയങ്ങളിൽ പുലരാൻ സാധിക്കില്ല. അവർ കാലത്തിന്റെ കോലം മാറ്റും. തെറ്റുകളെ ശരിയായി കാണും, ശരികളെ തെറ്റായും കരുതും. സമൂഹത്തെ നിലനിർത്തുന്ന ശരികളിൽ തെറ്റുകൾ ആരോപിച്ച് ആ വ്യവസ്ഥയെ വെട്ടിവീഴ്ത്താൻ അവർക്ക് വല്ലാത്ത ഹരമായിരിക്കും. അങ്ങനെയാണ് സമൂഹത്തിന് ധർമ്മലോപം ഉണ്ടാകുന്നത്. ഇന്നത്തെ സമൂഹത്തിന് സംഭവിച്ച പിഴവ് എന്തെന്ന് അന്വേഷിച്ചാൽ വ്യവസ്ഥയില്ലാത്തവരും ഭീരുക്കളും മാറാരോഗികളും വിവാഹിതരായി വ്യവസ്ഥയില്ലാത്ത ജീവിതം നയിച്ചപ്പോൾ അലസരായ മക്കളുണ്ടായി എന്നതാണ് പ്രശ്നമെന്ന്. വ്യവസ്ഥയുള്ള വീട്ടിൽ അച്ചടക്കവും അനുസരണയും ശീലിച്ചു വളരുന്ന കുട്ടികൾക്ക് തൊഴിലില്ലായ്മ എന്നത് ബാധകമല്ല. എന്തെന്നാൽ അവൻ വീട്ടിൽ തന്നെ വിവിധതരം ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്താണ് വളരുന്നത്. അതിനാൽ ഇന്ന തൊഴിലെ എടുക്കൂ എന്ന വാശി കാണില്ല. ആഗ്രഹിക്കുന്നത് എത്തിപ്പിടിക്കാൻ അവർ ശ്രമിക്കും. ഒറ്റയടിക്ക് സാധിച്ചില്ലെങ്കിൽ അതിലേക്ക് എത്തും വരെ കുടുംബം പോറ്റാൻ കിട്ടുന്ന തൊഴിൽ സ്വീകരിക്കും. സമർപ്പണ ബുദ്ധിയോടെ അത് ചെയ്യും. ഊണ് കഴിച്ച പാത്രം കഴുകി വെക്കാൻ പോലും മടിയോടെ വളരുന്ന കുട്ടികളുണ്ട്. സ്വന്തം വസ്ത്രം സ്വയം കഴുകാൻ മടിയുള്ളവർ.
സ്വന്തം മുറിയും ബാത്റൂമെങ്കിലും വൃത്തിയാക്കാൻ മടിയുള്ളവർ, മുഴുവൻ സമയവും മൊബൈലിൽ കളിക്കുന്നവർ, അവരൊക്കെ വ്യവസ്ഥയില്ലാത്ത ജീവിതത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അവർക്കാണ് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത്. അതോടൊപ്പം സമൂഹത്തോടെ ഒരു പ്രതികാര ബുദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, നന്നായി വ്യവസായം ചെയ്തും ജോലി ചെയ്തും പണമുണ്ടാക്കി വ്യവസ്ഥയോടെ ജീവിക്കുന്നവരോട് അസൂയയും ഉണ്ടാകും. ഇത്തരക്കാരെ മുതലെടുക്കാൻ ഇന്ന് ഒരുപാട് ഭീമൻ എട്ടുകാലികൾ ഈ ലോകത്തുണ്ട്. അവർ ചെറിയ ഇരയിട്ട് കൊടുത്ത് ഇവരെ വിളിക്കും. പണിയെടുക്കേണ്ടതില്ല, വെറുതെ വിനോദിച്ചാൽ മതി എന്നറിഞ്ഞാൽ അവർ ഏത് ഡിമാൻഡിനും ആവശ്യത്തോടെ നിന്നുകൊടുക്കും. അതിന് ചില പ്രകടമായ ഉദാഹരണങ്ങൾ നാം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പാറ്റകളെ പോലെ അഴുക്കുമറകളിൽ പെരുകി പതുങ്ങിയിരിക്കുന്നവർ അവർക്ക് അനുകൂലമായ ആഹ്വാനം വരുമ്പോൾ ഓടിയിറങ്ങി വരും. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇത്രയും പാറ്റകൾ പെരുകിയ കാര്യം സമൂഹം അറിയുന്നത്. പിന്നെ ഹിറ്റടിച്ചു കൊല്ലുകയല്ലാതെ മാർഗമില്ല. പാറ്റകളെ കൊല്ലുന്നത് ഹിംസയാണ്. അതിനാൽ കൂടുതൽ പാറ്റകൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. അതിന് ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കുക. വ്യവസ്ഥയില്ലാത്തവരെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കരുത്. വ്യവസ്ഥയില്ലാത്തവരെയും ഭീരുക്കളെയും ജീവിത പങ്കാളിയാക്കാൻ യുവാക്കൾ തീരുമാനിക്കുകയും അരുത്. ഗുരുപാദ സേവയിൽ സജീവ് കൃഷ്ണൻ, ചീഫ് എഡിറ്റർ. ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരനാവാനും ആഗ്രഹമുള്ളവർ 6282319294 എന്ന നമ്പറിൽ വിളിക്കുക. ജിപേ ചെയ്യുന്നതിനായി 8078188858 എന്ന നമ്പറിലും വിളിക്കുക. 600 രൂപ ജിപേ ചെയ്താൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് തപാലിൽ മാസിക എത്തും. മാസിക ഓൺലൈനായി വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ 400 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് വായിക്കാനാകും. മാസികയുടെ ഓഡിയോ എഡിഷനും ഇപ്പോൾ ലഭ്യമാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മാസിക ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്തേ.